ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് സേഫ് ഫാൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ പ്ലേ സ്റ്റോർ ഉണ്ട്, നമ്മുടെ മൊബൈലിൽ എല്ലാവരുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഉണ്ടാവും. പ്ലേ സ്റ്റോറിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സെർച്ച് ഉണ്ടല്ലോ, സെർച്ചിൽ സേഫ് ഫാൾ എന്ന് ടൈപ്പ് ചെയ്യുക. SAFE ഇത് അവിടെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഒരു 3 ലെറ്റർ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ തന്നെ ഇവിടെ സേഫ് ഫാൾ എന്ന് കാണിക്കും. സേഫ് ഫാൾ കൊടുക്കുക. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ആയ നമുക്ക് ഓപ്പൺ എന്ന ഓപ്ഷൻ കേൾക്കുന്നില്ലേ, അതിനെ ടച്ച് ചെയ്യുക. ഓപ്പൺ ടച്ച് ചെയ്താൽ സേഫ് ഫാളിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് വാലറ്റ്. ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്, എങ്കിലും ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമ്മൾ 6 ഡിജിറ്റൽ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. 6 നമ്പറാണ് കൊടുക്കേണ്ടത്. ആ നമ്പർ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കണം, കാരണം അത് ഒരിക്കലും മറക്കരുത്. ഈ സേഫ് ഫാൾ എന്ന് കാലാകാലത്തിന് യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഈ നമ്പർ വളരെ അത്യാവശ്യമാണ്. ഈ 6 നമ്പർ ഞാൻ കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ചോദിക്കും 6 നമ്പർ. അതേപോലെ 2 പ്രാവശ്യം നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ഫിംഗറിങ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഫിംഗറിങ് ചോദിക്കുന്നുണ്ട്. ഫിംഗറിങ് ആണ് എനിക്ക് ഇവിടെ ചോദിക്കുന്നത്. ചിലവർക്ക് പാസ്വേഡായിരിക്കും ചോദിക്കുക. ഫിംഗറിങ് ചോദിച്ചാൽ ഫിംഗറിങ് കൊടുക്കുക, പാസ്വേഡ് ചോദിച്ചാൽ പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ പാസ്വേഡൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ചോദിക്കുന്നത് ബാക്കപ്പ് നൗ. ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ബ്ലൂ കളർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് മാനുവലി ചോദിക്കും. അപ്പോൾ ബാക്കപ്പ് മാനുവലി ടച്ച് ചെയ്തിട്ട് നമ്മൾ ഈ 3 ടിക്ക് കൊടുക്കണം. ഈ 3ഉം നമ്മൾ ടിക്ക് ചെയ്യണം. ബാക്കപ്പ് മാനുവൽ ടച്ച് ചെയ്തതിന് ശേഷം ഇത് വരും. ഇത് 3 ടിക്ക് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഏത് പാസ്വേഡാണോ ഫസ്റ്റ് കൊടുത്ത് ആ പാസ്വേഡ് തന്നെ കൊടുക്കണം. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കീപാഡാണ് ഓപ്പൺ ആവുക. ഈ കീപാഡ് നമുക്ക് ഓപ്പൺ ആവും. ഈ കീപാഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കീപാഡ് നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഫോണിലോ ഫോട്ടോ എടുക്കുക. കാരണം ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് എഴുതി വയ്ക്കുക. അപ്പോൾ ഞാൻ എഴുതി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതി വയ്ക്കണം, കാരണം ഇതാ ഞാൻ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് മുഴുവൻ കൃത്യമായിട്ട് എഴുതി വയ്ക്കണം. അതിൽ മെയിനായിട്ട് ഇവിടെ 1, 2, 3 ഉണ്ടാവും, കണ്ടില്ലേ? ഇതിൻ്റെ സൈഡിൽ 1, 2, 3 ഇത് ആ ഓർഡറിൽ വേണം നമ്മൾ എഴുതാൻ. അതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇത് എഴുതി വയ്ക്കുന്നത് ഒരിക്കലും മിസ്സാവരുത്. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി പേപ്പറിൽ എഴുതിയതാണ്. പക്ഷെ നിങ്ങൾ എത്ര കാലകാലം കഴിഞ്ഞാലും നോക്കാൻ പറ്റുന്ന പോലെയുള്ള ഡയറിയിലോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള സ്ഥലത്ത് ആ പേപ്പർ എടുത്ത് വയ്ക്കണം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിൽ നെക്സ്റ്റ് ബട്ടൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ആയിട്ട് മാറി മാറി ഇരിക്കും. അതിനെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ മാറി മാറി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറിൽ നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിട്ടില്ലേ പേപ്പറിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഒറിജിനൽ എന്നുള്ളതാണ്. അപ്പോൾ ഒറിജിനൽ എവിടെയാണ് ഉള്ളത് നോക്കുക. ആ ഒറിജിനലിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ ഒറിജിനൽ ഇതാ ഇവിടെയാണ് ഉള്ളത്, താഴെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മുകളിൽ കയറിക്കോളും. ഓക്കെ, അടുത്ത് ഇവിടെ എന്താ ഉള്ളത് നോക്കുക, അതിൽ ടച്ച് ചെയ്യുക. ഇത് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞില്ല, ഇലക്ട്രിക് എന്നില്ലേ? അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക് ഇവിടെയാണുള്ളത്, അതിൽ ടച്ച് ചെയ്യുക. അതേപോലെ മൂന്നാമത്തെ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ ടച്ച് ചെയ്യുക. വിൻഡോ എന്നാണുള്ളത് മൂന്നാമത്തെ, ആ വിൻഡോയിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ വിൻഡോ ഇവിടെയാണ് ഉള്ളത്. ഇതേ വിൻഡോയിൽ ടച്ച് ചെയ്തു. ഇങ്ങനെ ഓരോ വാക്കുകളും ടച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഡിപ്പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ടിൽ 2 ഉണ്ട്. കാരണം അവർ സെക്യൂരിറ്റി കോഡ് തരുന്നവർ ചിലപ്പോൾ 2 പ്രാവശ്യം ചോദിച്ചാലും ചോദിക്കും. നിങ്ങൾ 2 ഉണ്ടെന്ന് കൺഫ്യൂഷൻ ആവണ്ട. ചിലതിൽ 1 ഉണ്ടാവുള്ളൂ. ഓരോ വേർഡുകളും ഓരോ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 വേർഡ് ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആൾറെഡി ഡിപ്പാർട്ട്മെൻറ്റുള്ളത് ഒന്ന് ടച്ച് ചെയ്തു. അടുത്ത സോപ്പ് അത് ടച്ച് ചെയ്യണം. അടുത്ത് ഫോറസ്റ്റ് ടച്ച് ചെയ്യണം. അടുത്ത് നോവൽ ടച്ച് ചെയ്തു. അടുത്തത് ടച്ച് ചെയ്തു. അടുത്ത് സോഫ്റ്റ് ടച്ച് ചെയ്തു. അടുത്ത വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇതിനെ സെറ്റ് ചെയ്തു.
സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെരിഫിക്കേഷൻ കൊടുക്കുകയാണ്. വെരിഫിക്കേഷൻ കൊടുത്താൽ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരിക. ഇത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ പൊസിഷന് വരുന്ന സമയത്ത് ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുക, അത് പോയിക്കോളും. ഇങ്ങനെയാണ് നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ആയി. ജസ്റ്റ് ഇത് ഇവിടെ ഒരു ഇൻഡു മാർക്കില്ലേ, അതിന് ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുകയാണ്. ഇപ്പോൾ വാലറ്റ് ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ നമ്മുടെ വാലറ്റ്. ഇപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ആയി. ഓക്കെ, നമുക്ക് സേഫാൾ വാലറ്റ് ക്രിയേറ്റ് ആയി. ജസ്റ്റ് ഞാൻ ബാക്കിലോട്ട് പോവുകയാണ്. ബാക്കിലോട്ട് വന്നു. അപ്പോൾ വാലറ്റ് ഒന്നും കൂടി നോക്കുകയാണ്. ഇതാ വാലറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെയാണ് വാലറ്റ് ഓപ്പൺ ആവുക. ഓക്കെ, ഇതിലിപ്പോൾ നമ്മുടെ 7 യൂണിവേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് OPBNPയും OPBNPയുടെ USDT നമ്മൾ ഉള്ളിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 3 ഡോട്ട് കാണുന്നില്ലേ, അതിൽ ടച്ച് ചെയ്യുക. മാനേജ് കോയിൻ കാണുന്നില്ലേ, അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് കോയിനുകൾ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇവിടെ സെർച്ചിൽ OPBNP എന്ന് ടൈപ്പ് ചെയ്യുക. OPBNP എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നില്ലേ OPBNPയുടെ ബ്രാക്കറ്റിൽ OPBNP എന്ന് കാണിക്കുന്നില്ലേ ഫസ്റ്റ് വരുന്നത്, അതിൻ്റെ ഈ കോർണറിലുള്ള പ്ലസ് സിമ്പിൾ ഉണ്ടല്ലോ, ഇതിൽ ടച്ച് ചെയ്യുക. ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി. ഈ പ്ലസ് സിമ്പിൾ ടച്ച് ചെയ്താൽ തന്നെ അത് നമ്മുടെ വാലറ്റിലേക്ക് ഉള്ളിലേക്ക് വരും. ഓക്കെ, ഇതാ ഇവിടെ വന്ന് കിടക്കണില്ലേ OPBNP ഇവിടെ വന്നു. അടുത്ത് നമ്മൾ USDT ആണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ 3 ഡോട്ടിൽ ടച്ച് ചെയ്തു, മാനേജ് കോയിനിൽ പോയി വീണ്ടും മുകളിൽ വന്നു, സെർച്ചിൽ കൊടുക്കുന്നു, USDT നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ USDT എന്ന് കൊടുത്തു. അപ്പോൾ ഒരുപാട് USDTകൾ ഉണ്ടാവും, അതെല്ലാം വരും. നമുക്ക് ആവശ്യം OPBNPയുടെ USDT ആണ്. അപ്പോൾ ഇതാ 4ാമത്തെ ഓപ്ഷനായിട്ട് OPBNPയുടെ USDT ഇവിടെ ഉണ്ട്. ഇതാ കാണുന്നില്ലേ, ഇതിൻ്റെ അതേപോലെ പ്ലസ് സിമ്പിളിൽ നമ്മൾ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും, വാലറ്റിൽ അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് മറ്റുള്ള കോയിനുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ OPBNP മാത്രമല്ല, OPBNP ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ USDT തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ ഉണ്ടാവും. OPBNPയുടെ USDT കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് കോയിനുകളുണ്ട്. നമുക്ക് ആ കോയിനുകൾ വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ OPBNP മാത്രമാണ് എനിക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോയിനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്യണം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചോദിക്കുന്നുണ്ട്. ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇതാ ബിറ്റ് കോയിൻ്റെ ഉണ്ട്. ലോങ് പ്രസ് ചെയ്തു, ഹൈഡ് ചോദിക്കണം. ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഓക്കെ, അപ്പം ഞാനിതെല്ലാം ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് ആവശ്യമുള്ള OPBNPയുടെ ബ്ലോക്ക് ചെയിനും OPBNPയുടെ USDT മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സേഫാൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കോയിനെ കൊണ്ടുവന്ന് വയ്ക്കാനുള്ള സംവിധാനം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. സിമ്പിളല്ലേ, എല്ലാവരും ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം നമ്മുടെ ഇങ്ങനെ വാലറ്റ് നമുക്ക് ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ USDT എന്ന് കാണുന്നില്ലേ, ഈ USDTയിൽ നമ്മുടെ കോയിനെ കൊണ്ടുവരണം. ഇപ്പോൾ നിറയെ പേർക്ക് USDT കൊണ്ടുവരാൻ അറിയാം, എങ്കിലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇതിൽ USDTയിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തു. ഇതിൻ്റെ റിസീവ് എന്ന് കാണിക്കുന്നില്ലേ, ഇവിടെ 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സ്വൈപ്പ്, റിസീവ്, സെൻഡ് 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ റിസീവ് ടച്ച് ചെയ്യുക. റിസീവ് ടച്ച് ചെയ്താൽ ഈ നെക്സ്റ്റ് ചോദിക്കുന്നത് നെക്സ്റ്റ് കൊടുക്കുക. കാരണം ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ചോദിക്കുള്ളൂ. ആ സമയത്ത് ഇത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇതെല്ലാം കൊടുത്ത് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഇവിടെ കോപ്പി എന്ന് കാണിക്കുന്നില്ലേ, ഈ കോപ്പി നമ്മൾ കൊടുത്താൽ തന്നെ നമ്മുടെ ഈ അഡ്രസ്സ് കോപ്പി ആവും. ഇതാണല്ലേ കോപ്പി ആവുന്നില്ലേ, കോപ്പി ആയി. ഓക്കെ, ഈ അഡ്രസ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ആരാണോ USDT അയക്കുന്നത്, അത് നമ്മുടെ വാലറ്റ് ആണെങ്കിലും ശരി, ഇല്ല നമുക്ക് അയക്കുന്ന ആളാണെങ്കിലും ശരി. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ വാട്സപ്പിൽ നമ്മളൊരു കൂട്ടുകാരനാണ് അയക്കണത്, അയാളാണ് നമുക്ക് USDT തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മെനുമിക്സ് ചെയ്തിട്ട് നേരെ വാട്സപ്പിലേക്ക് പോവുക. വാട്സപ്പ് പോയിട്ട് ഇപ്പോൾ ഞാൻ ഫിംഗറിങ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫിംഗറിങ് ഓൺ ചെയ്യാണ്. ഓക്കെ, വാട്സപ്പിൽ പോയി ഇപ്പോൾ ഇയാൾക്ക് ഞാൻ അയക്കുകയാണ്. ഇയാൾക്ക് ഞാൻ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യണം. ഇവിടെ കൊണ്ടുവന്ന് ലോങ് പ്രസ് ചെയ്യുക, പേസ്റ്റ് ചോദിക്കും, പേസ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് ഇവിടെയായി. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഈ ലിങ്ക് അവിടെ പോയിക്കോളും. നമ്മുടെ സേഫാളിൻ്റെ റിസീവ്ഡ് ലിങ്ക് പുള്ളിക്കാരന് പോയി. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ഇതിലേക്ക് ഡോളർ അയക്കും. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക, ഡോളർ ഇവിടെയാണ് വരിക. അതേപോലെ
നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വന്നിട്ട് നമുക്ക് ഗ്യാസ് ഫീസിന് വേണ്ടി കുറച്ച് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതും അയക്കും. അത് ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് നമുക്ക് USDT നിങ്ങളുടെ അപ്ലൈനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനോ ആർക്കാ നിങ്ങൾ അയച്ചിരിക്കുന്നത് റിസീവ്ഡ് അഡ്രസ്സ്, അയാൾ നിങ്ങൾക്ക് ഈ OPBNP അവിടെ നിന്ന് അയക്കുകയാണ്. ഇപ്പോൾ വന്നു, ഇവിടെ OPBNP വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് റീഫ്രഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വിരൽ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ താഴെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഒന്ന് റീഫ്രഷ് ആവും. റീഫ്രഷ് ആയി കഴിഞ്ഞാൽ ആ വന്ന OPBNP നമുക്കിവിടെ കാണാം. ഓക്കെ, OPBNP $10 OPBNP ഉണ്ട്. അതേപോലെ ഗ്യാസ് ഫീസ്, നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് ഫീസ്. അപ്പം നിങ്ങളുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈനോ അയച്ചു വിട്ട ആൾ നിങ്ങൾക്ക് ഈ വാലറ്റിലേക്ക് USDT $10 അയച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബ്ലോക്ക് ചെയിൻ ഗ്യാസ് ഫീസ് അത് ആവശ്യമുള്ള ഇതിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ നെക്സ്റ്റ് ID രജിസ്ട്രേഷൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇത് നിങ്ങൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് USDT അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ കാണുന്നില്ലേ ഈ ഓപ്ഷൻ ഇല്ലേ, വാലറ്റ്, മാർക്കറ്റ്, എക്സ്പ്ലോറർ. ഈ എക്സ്പ്ലോറിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫേസ് ഇങ്ങനെ വരിക. സ്റ്റാർട്ടിങ് ചെയ്യണവർക്ക് മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഈ അതിനാവുന്നുള്ളത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെർച്ച് ചോദിക്കും. മുകളിൽ ഈ സെർച്ച് ചോദിക്കുന്നില്ലേ, ഇവിടെ സെർച്ചില്ലേ, ജസ്റ്റ് ആ സെർച്ചിലൊന്ന് ടച്ച് ചെയ്താൽ വീണ്ടും ഒരു സെർച്ച് ചോദിക്കും. മുകളിലേക്ക് വീണ്ടും ഒരു സെർച്ച് ചോദിക്കും. അപ്പോൾ ഈ സെർച്ചിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആരാണോ 7 യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ടാവും. ആ ലിങ്കാണ് നമ്മളിതിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. ആ ലിങ്കിന് വേണ്ടി നമുക്ക് വാട്സപ്പിലേക്ക് പോവാം. എല്ലാവരും വാട്സപ്പിലുണ്ടാവുമല്ലോ, അവർക്ക് ആ വാട്സപ്പിലേക്ക് ലിങ്ക് അയച്ചിട്ടുണ്ടാവുക. ആ ലിങ്ക് ടച്ച് ചെയ്യാൻ വേണ്ടി വാട്സപ്പിലേക്ക് പോവുക. ഫിംഗറിങ് വെക്കുകയാണ്. ഓക്കെ, വാട്സപ്പിൽ ഇപ്പോൾ ഈ വ്യക്തി വന്നിട്ട് നമുക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കാണുക. ലിങ്ക് അയച്ചിരിക്കുന്നത് ഇങ്ങനെ കാണുക. ഈ ലിങ്കാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അതിന് നമ്മൾ ലോങ് പ്രസ് ചെയ്യണം, ടച്ച് ചെയ്യരുത്. ലോങ് പ്രസ് ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ലോങ് പ്രസ് ആവും. അപ്പോൾ ഇവിടെ കോപ്പി ചോദിക്കും. ചിലപ്പോൾ ഇവിടെ കോപ്പി ചോദിക്കും, അല്ലെങ്കിൽ ഈ 3 ഡോട്ടില്ലേ ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്തിട്ട് കോപ്പി കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ കോപ്പി ചോദിക്കുകയാണെങ്കിൽ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി കോപ്പി ആവും. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ നമ്മുടെ മെനുമിക്സ് ബട്ടൺ ഉണ്ടല്ലോ, അതിനെ ടച്ച് ചെയ്തുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിലേക്ക് വരിക. വീണ്ടും ആ സെർച്ചിൻ്റെ അവിടേക്ക് നമ്മൾ വന്നതിന് ശേഷം ഈ സെർച്ചിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ആ ലിങ്കിനെ പേസ്റ്റ് ചെയ്തില്ലേ, ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് BTC, Ethereum ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ. ഇതിൽ നമ്മൾ OPBNP ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ ഉള്ളിൽ പോകേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ ഈ സെർച്ചിൽ OPBNP എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, OPBNP ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ OPBNP ബ്ലോക്ക് ചെയിൻ വരുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ചോദിക്കും. കൺഫേം കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് പോകുന്നത്. ഓൾറെഡി നമ്മുടെ വാലറ്റിൽ $10 നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആക്ടിവേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇപ്പോൾ നമുക്ക് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് സൈറ്റിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്താൽ നമ്മൾ ആരാണോ നമുക്ക് ഈ ലിങ്ക് അയച്ചിരിക്കുന്നത് ആ ലിങ്ക് അയച്ച ആളുടെ നമ്മുടെ റെഫറൽ ID വരും. ആരാണോ അയച്ചാൽ അയാളുടെ ID നമ്പർ ഇവിടെ കാണാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അയച്ചയാളുടെ ID നമ്പർ കൺഫേം ഇത് തന്നെയാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് ഇവിടെ ജോയിൻ യൂണിവേഴ്സ് $10 എന്നില്ലേ, അതിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഒരു ടച്ച് കൊടുത്താൽ മതി. ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചില കണ്ടീഷനുകൾ ചോദിക്കും. അതേപോലെ ഇവിടെ ഒരു ടിക്ക് കാണുന്നുണ്ട്, ഈ ടിക്കിലൊന്ന് ടച്ച് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അത് റൊട്ടേൻ ആകും. ഇപ്പോൾ ഇവിടെ ഈ ഓക്കെ ചോദിക്കുന്നത് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കൺഫേം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്ക് ചെയിന് ഉള്ളിലേക്ക് നമ്മുടെ USDT $10 ഉള്ളിലേക്ക് എടുക്കാനുള്ള കൺഫേമാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കൺഫേം കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം സേഫാളിൽ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ പാസ്വേഡാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പാസ്വേഡ് കൊടുത്തതിന് ശേഷം അതിങ്ങനെ പ്രൊസീജിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയർ ആയതിനു ശേഷം വീണ്ടും ഒരു പ്രാവശ്യം അതേപോലെ ചോദിക്കും. നമ്മുടെ ബ്ലോക്ക് ചെയിൻ ഉള്ളിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഫസ്റ്റ് പ്രാവശ്യം കൊടുത്തു, അത് പ്രൊസീജിയറായി. എന്നിട്ട് വീണ്ടും ഒരു ടൈം കൺഫേം ചോദിക്കുന്നു. വീണ്ടും അതേപോലെ പാസ്വേഡ് നമുക്ക് ചോദിക്കും. അപ്പോൾ രണ്ടാമത് ചോദിക്കുമ്പോൾ ഫിംഗറിംഗ് ആണ് ചോദിക്കുക. അപ്പോൾ ഞാൻ ഫിംഗറിംഗ് കൊടുത്തിട്ടുണ്ട്. ചിലവർ ഫിംഗറിങ് ഇല്ലാത്തവർ ചിലപ്പോൾ പാസ്വേഡ് ആയിരിക്കും. മാക്സിമം ഫിംഗറിങ് ഫോണിൽ ആക്ടിവേഷൻ ചെയ്ത് വെക്കുക, അത് ബെസ്റ്റാണ് നമുക്ക്. അതുകൊണ്ട് ഫിംഗറിങ് വെച്ചോളൂ. ഇപ്പോൾ ഇങ്ങനെ
നമുക്ക് ഒരുപാട് സെർവറിൽ എന്തെങ്കിലും ഡിലേ ആവുകയാണ്, അല്ലെ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 00 എന്ന് വരികയാണെങ്കിൽ ജസ്റ്റ് ഇതാ ഈ 3 ഡോട്ട് കാണില്ലേ, ഇവിടെ ഇൻറ്റുൻ്റെ ലാസ്റ്റ് ഈ 3 ഡോട്ട് ഇതിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുക, ഒരു റീഫ്രഷ് കൊടുക്കുക. ഇത് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ മൊബൈലിൽ ഒരുപാട് ഡാറ്റ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ, അതേപോലെ വൈഫൈയിലാണ് ഇത് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു തടസ്സങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ റീഫ്രഷ് ഒരു പ്രാവശ്യം റീഫ്രഷ് കൊടുത്തതിന് ശേഷം അങ്ങനെ വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. വന്നാൽ മാത്രം നിങ്ങൾ റീഫ്രഷ് കൊടുത്താൽ മതി. ഇപ്പോൾ വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പോകണു, വീണ്ടും കൺഫേം കൊടുക്കുന്നു. ഫിംഗറിങ് വെച്ചു. വെയിറ്റ് ചെയ്യണം ഒരു 2 മിനിറ്റ്, ഒരു 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ബ്ലോക്ക് ചെയ്യാൻ ചോദിക്കണം. രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ, അത് സെയിം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. കൊടുത്തു, ഫിംഗറിങ് ചോദിച്ചു. ഞാൻ ഫിംഗറിങ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫിംഗറിങ് ചോദിക്കുകയാണ്. മാക്സിമം ആൾക്കാർക്കും പാസ്വേഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫിംഗറിങ് ഉണ്ടാവും. ഓക്കെ, ഒരു 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം, അത് പ്രോസസ്സ് ആവുന്നുണ്ട്. ഓക്കെ, ഒരുപക്ഷെ നമ്മൾ കണക്റ്റ് വാലറ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു വിഷയമാണ് ചോദിക്കുക. ഓക്കെ, ഇത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരുപക്ഷെ ഇങ്ങനെ ചോദിച്ചാൽ ജസ്റ്റ് കണക്റ്റ് വാലറ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് നമ്മൾ സേഫ് ഹാളിലാണ് ഉള്ളത്, അതുകൊണ്ട് ഇതിലെല്ലാ വാലറ്റുകളും വരും, ടച്ച് വാലറ്റുകളെല്ലാം ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ സേഫ് ഹാളിലാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് സേഫ് ഹാളിലൊന്ന് ടച്ച് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അത് വാലറ്റ് അവിടെ കണക്റ്റ് ആവും. ഓക്കെ, കണക്റ്റായി. ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യം അത് ടച്ച് ചെയ്ത് കാരണം നമുക്ക് ലോഡിംഗ് ആയി, ID രജിസ്ട്രേഷനായി, ഓപ്പണായി. ഓക്കെ, വാലറ്റൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതേപോലെ 2 പ്രാവശ്യം ടച്ച് ചെയ്തു, നമ്മുടെ ID ഓപ്പണായി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഇവിടെ ഉണ്ടാവും, കോപ്പി. ഇത് കോപ്പി ചെയ്ത് തന്നാൽ നിങ്ങളെ റെഫറൽ ലിങ്ക് നിങ്ങൾ വെളിയിലെടുക്കാം. നിങ്ങൾക്ക് ആർക്കാണോ ID ഇടുന്നത് അവർക്ക് ഈ റെഫറൽ ലിങ്ക് അയക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ $10 ആക്ടിവേഷനായി. ഓക്കെ, $10 ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ടൈം നമുക്ക് $20 പോകാൻ കഴിയുള്ളൂ. അപ്പോൾ വീണ്ടും $20 നമുക്ക് ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ ഈ അപ്ഗ്രേഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെയിം പ്രൊസീജിയർ. നമുക്ക് 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം USDTക്ക് കൺഫേം കൊടുത്തിട്ട് പാസ്വേഡ് കൊടുക്കണം. അതേപോലെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ബ്ലോക്ക് ചെയ്യാൻ കൺഫേം കൊടുത്തിട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പാക്കേജ് നമുക്ക് ഓപ്പൺ ആവും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അതേപോലെ നിങ്ങൾ കോപ്പി ലിങ്ക് ജസ്റ്റ് ആർക്കാണ് അയക്കുന്നത് അവർക്ക് ഈ കോപ്പി ലിങ്ക് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കോപ്പി ആവും. നിങ്ങൾ അവർക്ക് വാട്സപ്പിൽ പോയി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു.